ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മൊബൈലിലെ നെറ്റ് തീർന്നു പോകുക എന്നുള്ളത് അല്ലേ. നമ്മൾ BSNL ആണെങ്കിലും എയർടെൽ ആണെങ്കിലും VI ആണെങ്കിലും ഏത് കണക്ഷൻ ആണെങ്കിലും ഒരു 1.5 GB അല്ലെങ്കിൽ 1 GB ആണ് നമുക്ക് മിനിമം ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ചിലവാക്കാൻ പറ്റുന്ന ഡാറ്റ വരുന്നത്. പക്ഷേ അത് നമുക്ക് ഏകദേശം ഉച്ച അല്ലെങ്കിൽ വൈകിട്ടാവുമ്പോഴേക്ക് ഇത് അങ്ങനെ തീർന്നു പോകുന്നുണ്ട്. ഇതെങ്ങനെ തീരാതിരിക്കും എന്നുള്ളതാണ് ഞാനിവിടെ നോക്കുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളോട് ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളോട് ഒരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ നെറ്റ് തീർന്നു പോകാനായിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളുന്ന ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റില്ലേ. പക്ഷെ അങ്ങനെ ആരും പറഞ്ഞു തരാറില്ലേ. പക്ഷെ അതിനൊക്കെയുള്ള സെറ്റിംഗ്സ് നമ്മുടെ ഫോണിൽ തന്നെയുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്ന് മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ ആ സെറ്റിംഗ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്തു വെക്കേണ്ടത് അറിയുള്ളൂ. മാത്രമല്ല ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്, കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടത് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടെ ഉണ്ട്. ഒരു പുതിയൊരു ചാനൽ കൂടി ടെക് പരമായിട്ടുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ നോളജ് കൂട്ടുവാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അതിലും ഈ പറഞ്ഞിരിക്കുന്ന ചാനലുള്ള പോലെ തന്നെ അടിപൊളി വീഡിയോസ് ആണ് ഉള്ളത്. അപ്പം നിങ്ങൾ അബീസ് വ്യൂസ് ഒന്ന് സെർച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ കാണും. നമ്മുടെ ഫോണിലുള്ള നമ്മുടെ നെറ്റ് മാക്സിമം കവർന്നു കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് യൂട്യൂബ് ആണെങ്കിലും അതുപോലെ തന്നെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിങ്ങളുടെ നെറ്റ് തീരാതിരിക്കാൻ, അല്ലെങ്കിൽ തീരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഒരു ടൈം തരികയാണ്, അത് ഇതിന്റെ ടൈമിനുള്ളിൽ തീരും, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെറ്റ് വളരെയധികം ലാഭിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ അടിപൊളി ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, എങ്കിലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്ക് ഈ സെർച്ചിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക, ഡാറ്റ യൂസേജ് ബൈ ആപ്സ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സെർച്ച് ഓപ്ഷനിൽ ഡാറ്റ യൂസേജ് ബൈ ആപ്സ് അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഡാറ്റ യൂസേജ് ബൈ ആപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം. ഒന്നിന് മുകളിൽ വൈഫൈ എന്നാണ് കാണിക്കുന്നത്, ഒന്ന് നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക്. ഈ രണ്ടെണ്ണത്തിലും നമുക്ക് ഒരു കാര്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഒരിക്കലും തീരാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ ഞാനിവിടെ മൊബൈൽ നെറ്റ്വർക്കിന്റെ അവിടെ ഡാറ്റ യൂസേജ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കാണുന്നുണ്ട്. അവിടെ നമുക്ക് 1.5 GB ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് ഈ മാസം നമ്മൾ 1.5 GB ആണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ കാണുന്നു. ഇവിടെ നമുക്ക് ഡാറ്റ യൂസേജ് ബൈ ആപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, അതായത് ടോട്ടൽ യൂസേജ് 1.57 GB ആണ്. അപ്പം ഈ ആപ്പുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന GB ഡാറ്റയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് എല്ലാ ആപ്പുകളും നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ആപ്പുകൾ നമുക്ക് എത്രത്തോളം ഡാറ്റ യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ടോട്ടൽ കാണിക്കുന്നുണ്ട്, 557 കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇനി നമുക്കൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡാറ്റ സേവിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ഓഫിലാണ് കിടക്കുന്നത്, ഡാറ്റ സേവിംഗ്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാറ്റ സേവിംഗ് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കത് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ID എന്നോ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് ആപ്സ് എന്നോ വരുന്ന നോട്ടിഫിക്കേഷൻസോ മെസ്സേജുകളോ ഒന്നും നമുക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് എനേബിൾ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്ത് വെക്കാം. അല്ലാതെയും നമുക്ക് നെറ്റ് ലാഭിക്കാൻ അടിപൊളി ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അത് തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാറ്റ യൂസേജ് ബൈ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഡാറ്റ യൂസേജ് ബൈ ആപ്സ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ യൂസേജ് ലിമിറ്റ് അല്ലേ, ഡാറ്റ യൂസേജ് ലിമിറ്റ് ആണ് കേട്ടോ. ആ ഡാറ്റ യൂസേജ് ലിമിറ്റ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡാറ്റ യൂസേജിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാനുള്ള 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിവിടെ നമുക്ക് സ്റ്റാർട്ട് കാൽക്കുലേറ്റിംഗ് ഡാറ്റ യൂസേജ് ഫ്രം എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു മാസത്തെ ഡാറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ നോക്കുകയാണ്. അതായത് ഒരു മാസം 31 ദിവസം കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് 31 കഴിഞ്ഞ് 1-ാം തീയതിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു മാസം നമ്മൾ എത്ര ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വേണം 31-ാം തീയതിയിലേക്ക് ആക്കി വെക്കാം. രണ്ടാമത്തെ ഡെയിലി ഡാറ്റ യൂസേജ് ലിമിറ്റ്, അതായത് നമ്മൾ ഡെയിലി എത്ര യൂസേജ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാം. അത് അടിപൊളി ഒരു ഓപ്ഷനാണ്, ഡെയിലി ഡാറ്റ യൂസേജ് ലിമിറ്റ്. ഇവിടെ നമുക്ക് അതൊന്ന് ഓൺ ചെയ്ത് വെക്കാം, ഡെയിലി ഡാറ്റ യൂസേജ് ലിമിറ്റ്. അതിൻ്റെ താഴെയായിട്ട് എൻ്റർ എ നമ്പർ പറയുന്നുണ്ട്, എത്ര MB ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് MB-നെക്കാളും കുറച്ചുകൂടി നല്ലത് നമുക്ക് GB-യിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ MB ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് GB-യിലേക്ക് മാറ്റി കൊടുക്കാം. ഡാറ്റ യൂസേജ് ലിമിറ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ എൻ്റർ നമ്പർ എന്നുള്ളതിൽ MB മാറ്റിയിട്ട് ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ GB വരും. അപ്പോൾ അവിടെ GB-യിൽ നമുക്ക് ഇവിടെ എത്രയാണ് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
അതായത് ഡെയിലി നിങ്ങൾക്ക് എത്ര ലിമിറ്റ് ചെയ്യണം, അതായത് 1 GB അല്ലെങ്കിൽ 2 GB നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ 1 GB വേണമെങ്കിൽ 1 കൊടുക്കാം, അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 1.25 ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതിനുശേഷം വെൻ ഡാറ്റ ലിമിറ്റ് റീച്ച്ഡ്, അതായത് ഡാറ്റ ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. സെൻഡ് അലേർട്ട് ഓൺലി, ഒന്നുകിൽ അലേർട്ട് മാത്രമായിട്ട് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഒരു അലേർട്ട് മാത്രം, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സെൻഡ് അലേർട്ട് ആൻഡ് ടേൺ ഓഫ് മൊബൈൽ ഡാറ്റ. അപ്പോൾ നമുക്ക് മെസ്സേജ് മാത്രമല്ല, നോട്ടിഫിക്കേഷൻ മാത്രമല്ല വരും, അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടി വരും, മൊബൈൽ ഡാറ്റ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെയിലി ലിമിറ്റ് കറക്റ്റ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ഡെയിലി ഡാറ്റ യൂസേജ് ലിമിറ്റ് 1 ആക്കിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് മന്ത്ലി ഡാറ്റ യൂസേജ് ലിമിറ്റ്, അതും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മന്ത്ലി ഡാറ്റ യൂസേജ് ലിമിറ്റ് അത് നമ്മൾ എനേബിൾ ചെയ്തു. ഇവിടെ നമുക്ക് നമ്പർ എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് GB മാറ്റി കൊടുത്തിട്ട് ഇവിടെ നമ്പറിൽ നമുക്ക് എത്ര GB ആണെന്നുള്ളത് നമുക്ക് കൊടുക്കാം. അതായത് നമുക്ക് ഡെയിലി ഒരു 1 GB വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 30 GB നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം എത്രയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു മാസത്തെ നെറ്റ് അല്ലെങ്കിൽ ഡെയിലി നെറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നുണ്ട് ഡാറ്റ ലിമിറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജ് മാത്രം വന്നാൽ മതിയോ, അല്ലെങ്കിൽ നമുക്ക് അലേർട്ട് വരും, അതിൻ്റെ കൂടെ തന്നെ ഡാറ്റ ഓഫ് ചെയ്യാനും പറ്റും.